ഉഷ നമ്മളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മെഷീൻ ഗിഫ്റ്റ് ചെയ്തു. ഒരു അംബാസഡർ കാറിൽ നിന്ന് ഒരു ബെൻസിലേക്ക് കയറി ചെയ്തു. അമ്മാമ്മയുടെ മെഷീൻ എനിക്കൊന്ന് ഒരു 60 വർഷമെങ്കിലും പഴക്കമുള്ള മെഷീനാണ്. അത് തുടങ്ങിയ സമയത്ത് പറഞ്ഞ ആൽവിന് ഞാനും കൂടെ സർവീസ് ചെയ്യാനൊക്കെ കൊടുത്തു. അപ്പോൾ സർവീസ് ചെയ്ത അദ്ദേഹം പറഞ്ഞു ഇത് അധികം നിൽക്കില്ല, ഓൾറെഡി ഒത്തിരി പഴയ മെഷീനാണ്, പിന്നെ എൻ്റെ മോട്ടർ അതിന് ചേരുന്നല്ല വെച്ചേക്കുന്നത്, അപ്പോൾ ഒത്തിരി നാളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, പിന്നെ നിങ്ങൾ ഞാൻ സർവീസ് ചെയ്ത് തന്നേ ഉള്ളൂ, ചെയ്തോന്ന് പറഞ്ഞ് അങ്ങനെ തന്നു. അപ്പോൾ ആ സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ട്, നൂല് പൊട്ടി പോകുന്നുണ്ട്. പിന്നെ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, തയ്ച്ചിട്ട് എനിക്ക് അത്ര വലിയ പ്രാക്ടീസ് ഒന്നുമില്ല. അപ്പോൾ പഠിച്ചത് അതിലാണ്, തയ്ച്ച് പഠിച്ചത്. അതിനുശേഷം അത് കുറേ വീഡിയോകളിൽ വന്നപ്പോൾ ഇതുപോലെ ഉഷ നമ്മളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മെഷീൻ ഗിഫ്റ്റ് ചെയ്തു. അത് ശരിക്കും ഭയങ്കര അനുഗ്രഹമായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ ആദ്യമായിട്ടാണ് എന്താ പറയാ ഒരു അംബാസഡർ കാറിൽ നിന്ന് ഒരു ബെൻസിലേക്ക് കയറിയതുപോലെ. ഭയങ്കര സ്മൂത്ത് ആയിരുന്നു, ശബ്ദം തന്നെ ഇല്ല, അതാണ് ഏറ്റവും വലിയ. അതിന് മുന്നേ എനിക്ക് രാത്രി ഒന്നും തയ്ക്കാൻ പറ്റില്ല, ഭയങ്കര സൗണ്ടാണ് പഴയ മെഷീനില്. അപ്പൊ എനിക്ക് തയ്ക്കാനും പേടില്ല, എല്ലാവരും ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ആദ്യത്തെ ആ ഒരു ടൈമില് പ്രത്യേകിച്ച് ടൈമൊന്നും ഇല്ലാതെ വർക്ക് ചെയ്തോണ്ടിരുന്നു. ചിലപ്പോൾ ഉറക്കമൊക്കെ നിന്നിട്ട് വർക്ക് തീർത്ത് കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ രാത്രിയിലൊക്കെ തയ്ക്കുന്ന നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ എല്ലാം ഓക്കെ വരുന്നുണ്ട്.